എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായതും അത്രത്തോളം മാന്ത്രികത നിറഞ്ഞതുമായ ഒരു ഇതിഹാസ കഥയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഈ വിശകലനം ശരിക്കും ഒരു സിനിമാറ്റിക് അനുഭവമായിരിക്കും നിങ്ങൾക്ക് നൽകുക. അതാണ് മായൻ സൃഷ്ടികഥയായ പോപ്പോൽ വോഹ്. ശരി, നമുക്കിതിലേക്ക് നേരിട്ട് കടക്കാം. നമ്മളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ആകാശം മാത്രം നിലനിന്നു, കടൽ നിശബ്ദമായിരുന്നു, സ്വർഗത്തിന്റെ ഗർഭപാത്രം നിശ്ചലമായിരുന്നു. സൃഷ്ടിക്ക് മുൻപുള്ള ശൂന്യതയെ ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത് എത്ര മനോഹരമായാണല്ലേ. ആരുമില്ലാത്ത ആ മഹാശൂന്യതയിൽ സ്രഷ്ടാവും തൂവലുകളുള്ള ആ സർപ്പവും മാത്രമാണ് ആ നിഗൂഢതയിലുണ്ടായിരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അനുഭവമാണ്. ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട്. ഹാർട്ട് ഓഫ് സ്കൈ എന്ന് വിളിക്കുന്ന സൃഷ്ടാവിന് ഒറ്റയടിക്ക് എല്ലാം അങ്ങ് പെർഫെക്റ്റായി സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പലതവണ പരാജയപ്പെട്ടു. അതെ, ട്രയൽ ആൻഡ് എറർ. ആദ്യം കുറച്ച് മൃഗങ്ങളെ സൃഷ്ടിച്ചു, പക്ഷെ അവർക്ക് സംസാരിക്കാനോ ആരാധിക്കാനോ കഴിഞ്ഞില്ല. പിന്നെ മരപ്പാവുകളെ ഉണ്ടാക്കി നോക്കി, പക്ഷെ അവർക്ക് ബുദ്ധിയോ ഹൃദയമോ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ഒരു വലിയ പ്രളയത്തിലൂടെ അദ്ദേഹം അവയെ നശിപ്പിച്ചു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ പാവകൾക്കെല്ലാം എന്തു സംഭവിച്ചുവെന്ന്. ആ പ്രളയത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവരാണ് ഇന്നത്തെ കാടുകളിൽ നമ്മൾ കാണുന്ന കുരങ്ങുകൾ. എന്തൊരു ഐഡിയയാണല്ലേ. ഇനി നമ്മുടെ കഥയിലെ പ്രധാന വില്ലന്മാരെ പരിചയപ്പെടാം. വളരെ ഭയാനകമായ മായൻ പാതാളമാണ് ഷിഭാൾബ. രോഗം, മരണം, ഇരുട്ട് എന്നിവയുടെ പ്രഭുക്കളായ 1 ഡെത്ത്, 7 ഡെത്ത് എന്നീ ക്രൂരന്മാരാണ് ഇവിടുത്തെ ഭരണാധികാരികൾ. മനുഷ്യരെ വഞ്ചിക്കാനും നശിപ്പിക്കാനും ഇവർക്ക് വലിയ ഇഷ്ടമാണ്. തങ്ങളുടെ തലയ്ക്കു മുകളിൽ ഭൂമിയിലിരുന്ന് ആദ്യ പിതാക്കന്മാർ പന്ത് കളിച്ചത് ഇവരെ വല്ലാതെ ചൊടിപ്പിച്ചു. അതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം. അങ്ങനെ ഈ പ്രഭുക്കൾ ആദ്യപിതാക്കന്മാരായ 100നെയും 700നെയും പാതാളത്തിലേക്ക് വിളിച്ചുവരുത്തി. അവർക്കാവശ്യമായ ബുദ്ധിയും തന്ത്രവും ഇല്ലാതിരുന്നതിനാൽ അവർ അവിടെ വഞ്ചിക്കപ്പെടുകയും ഒരു ചുട്ടുപഴുത്ത കസേരയിലിരുന്ന് ബലിയർപ്പിക്കപ്പെടുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞുവെന്ന് തോന്നിയോ? ഇല്ല, കഥ അവിടെ തീരുന്നില്ല. 100നെ തലയോട്ടി ഉണങ്ങിയൊരു മരത്തിൽ വെച്ചപ്പോൾ ആ മരത്തിനു പെട്ടെന്ന് ജീവൻ വെച്ചു. അതെ, അവിടെ വലിയൊരു പ്രതികാരത്തിന്റെ വിത്ത് പാകപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. ലിറ്റിൽ ബ്ലഡ് എന്ന പെൺകുട്ടിയുടെ കയ്യിലേക്ക് ആ തലയോട്ടി അന്ന് തുപ്പുകയും അവള് മാന്ത്രികമായി ഗർഭിണിയാവുകയും ചെയ്തു. ഇതറിഞ്ഞ പ്രഭുക്കൾക്ക് ദേഷ്യം അടക്കാനായില്ല. അവളെ കൊല്ലാനും അവളുടെ ഹൃദയം ഒരു ചുരക്കയിൽ കൊണ്ടുവരാനും അവർ മൂങ്കകളോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ കന്യകയും കുറച്ചു വിമതരായ മൂങ്കകളും ചേർന്ന് മരണപ്രഭുക്കളെ കബളിപ്പിച്ചു. ഒരു പ്രത്യേക മരക്കറ ഉപയോഗിച്ച് വ്യാജഹൃദയമുണ്ടാക്കിയാണ് അവർ അവിടെ നിന്നും രക്ഷപ്പെട്ടത്. ശരിക്കും ഒരു സിനിമാറ്റിക് എസ്കേപ്പ്. ഹീറോ ഇരട്ടകളുടെ ഉദയം. ഹണ്ടറും ജാഗ്വാർ ഡിയറും തങ്ങളുടെ പിതാക്കന്മാർക്ക് പകരം വീട്ടാൻ എങ്ങനെ തയ്യാറെടുത്തു എന്ന് നോക്കാം. ഈ ഇരട്ടകൾക്ക് 2 മൂത്ത സഹോദരങ്ങളുണ്ടായിരുന്നു. വളരെ അഹങ്കാരികളും ഇരട്ടകളോട് അസൂയയുമുള്ളവരായിരുന്നു അവർ. ഇരട്ടകളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. എന്നാൽ നമ്മുടെ ഇരട്ടകളോ വളരെ ബുദ്ധിശാലികളായ മാന്ത്രികരായിരുന്നു. തങ്ങളെ ദ്രോഹിച്ച സഹോദരങ്ങളെ ഒരു മാന്ത്രിക മരത്തിൽ കയറ്റി കുരങ്ങുകളാക്കി മാറ്റിക്കൊണ്ട് ഇരട്ടകൾ അവർക്ക് തക്കതായ ശിക്ഷ നൽകി. വളരെ രസകരമായൊരു സംഭവവികാസമാണിത്. ഇരട്ടകൾ പകൽ കൃഷി ചെയ്യും, രാത്രി അവരുടെ മാന്ത്രിക ഉപകരണങ്ങൾ തനിയെ പാടം വെട്ടിത്തെളിക്കും. പക്ഷെ മൃഗങ്ങൾ വന്ന് അത് പഴയപടിയാക്കും. ഇത് കണ്ടുപിടിക്കാനിറങ്ങിയ അവർ ഒരു എലിയെ പിടികൂടി അതിന്റെ വാലന്ന് കത്തിച്ചു. ഇന്നും എലിയുടെ വാലിൽ രോമമില്ലാത്തത് അതുകൊണ്ടാണ്. ആ എലിയാണ് ഇരട്ടകളുടെ അച്ഛന്മാർ ഒളിച്ചുവെച്ചിരുന്ന പന്തുകളി ഉപകരണങ്ങൾ എവിടെയാണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തത്. അതോടെ അവർ കൃഷിക്കാരിൽ നിന്ന് വിധി നിശ്ചയിച്ച പന്തുകളിക്കാരായി മാറി. പാതാളത്തിലേക്ക് പോകുന്നതിനു മുമ്പ് ഇരട്ടകൾ ദേവന്മാർക്കു വേണ്ടി ഒരു ചെറിയ സഹായം ചെയ്തു. സ്വയം സൂര്യനാണെന്ന് അഹങ്കരിച്ചിരുന്ന 7 മക്കാവു എന്നൊരു പക്ഷിയുണ്ടായിരുന്നു അവിടെ. പല്ല് പറിക്കുന്ന വിനീതരായ വൈദ്യന്മാരുടെ വേഷത്തിലെത്തി അവർ അവനെ പരാജയപ്പെടുത്തി. അവന്റെ രത്നക്കണ്ണുകൾ മോഷ്ടിച്ചുകൊണ്ട് അവർ ആ വ്യാജസൂര്യന്റെ അഹങ്കാരം പൂർണ്ണമായും ഇല്ലാതാക്കി. ഈ ഭാഗം കേൾക്കുമ്പോൾ ആർക്കും ശരിക്കും ചിരിവരും. 7 ദിവസത്തിനകം പാതാളത്തിലെത്തണം എന്ന ഷിബാൽബയുടെ സന്ദേശം ഇരട്ടകളിലേക്ക് എത്തിയത് വളരെ വിചിത്രമായൊരു വഴിക്കാണ്. ആ മുത്തശ്ശിയുടെ സന്ദേശം ഒരു പേൻ ഇഴഞ്ഞുകൊണ്ടുപോകുന്നു. ആ പേനിനെ ഒരു തവള വിഴുങ്ങുന്നു, തവളയെ പാമ്പ് വിഴുങ്ങുന്നു, ഒടുവിൽ പാമ്പിനെ ഒരു പരുന്തു വിഴുങ്ങുന്നു. അങ്ങനെയാണ് പന്ത് മൈതാനത്ത് ഇരട്ടകളിലേക്ക് ആ സന്ദേശം എത്തുന്നത്. ശരിക്കും ഒരു റഷ്യൻ ഡോള് പോലെയുണ്ടല്ലേ. ഷിബാൽബയിലെ പരീക്ഷണങ്ങൾ, രോഗത്തിന്റെയും ഇരുട്ടിന്റെയും പാതാളത്തിലേക്കുള്ള ഇരട്ടകളുടെ ആ ഇറക്കം. അവിടെ അവർക്ക് നേരിടേണ്ടി വരുന്നത് ചില്ലറ കാര്യങ്ങളല്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇരട്ടകൾ തങ്ങളുടെ അച്ഛന്മാരുടെ തെറ്റുകളിൽ നിന്ന് കൃത്യമായി പാഠം പഠിച്ചിരുന്നു. അച്ഛന്മാർ പാതാളത്തിൽ വന്ന് അന്ധമായ കാര്യങ്ങൾ ഊഹിക്കുകയും ചൂടുള്ള സീറ്റിലിരുന്ന് അപമാനിതരാവുകയും ചെയ്തു. എന്നാൽ ഇരട്ടകളോ
അവിടെ എത്തിയുടനെ അവരൊരു കൊതുകിനെ ചാരനായി അയച്ച് പ്രഭുക്കളെ കടിപ്പിച്ചു. അങ്ങനെ അവരുടെ രഹസ്യ പേരുകൾ അവർ മനസ്സിലാക്കി. പേരുകൾ അറിഞ്ഞതോടെ തന്നെ ആ മരണപ്രഭുക്കളുടെ പകുതി ശക്തിയും ഇരട്ടകൾ ചോർത്തിക്കളഞ്ഞു. മരണപ്രഭുക്കൾ ഇരട്ടകളെ പരീക്ഷിക്കാൻ വേണ്ടി തയ്യാറാക്കിയ പീഡനങ്ങളുടെ 5 ഭയാനകമായ അറകളാണിവ. ഇരുട്ടിന്റെ അറ, കത്തികളുടെ അറ, തണുപ്പിന്റെ അറ, ജാഗ്വാറുകളുടെ അറ, പിന്നെ വവ്വാലുകളുടെ അറ. ഓരോന്നും ഒന്നിനൊന്ന് അപകടം പിടിച്ച എസ്കേപ്പ് റൂമുകൾ. ജീവൻ പണയപ്പെടുത്തിയുള്ള വലിയൊരു പോരാട്ടമാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇരുട്ടിന്റെ അറയിൽ അവർക്ക് നൽകിയ വ്യവസ്ഥ ഇതായിരുന്നു: തീപ്പന്തങ്ങളും ചുരുട്ടുകളും കത്തിച്ചു തീർക്കാൻ പാടില്ല. ഇവിടെയാണ് ഇരുട്ടുകൾ തങ്ങളുടെ ബുദ്ധി ശരിക്കും പ്രയോഗിച്ചത്. മിന്നാമിനുങ്ങുകളെയും ചുവന്ന തത്തയുടെ തൂവലുകളെയും വെച്ച് അവ കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർ പ്രഭുക്കളെ തെറ്റിദ്ധരിപ്പിച്ചു. പിറ്റേന്ന് ഇത് കണ്ട പ്രഭുക്കൾ ശരിക്കും ഞെട്ടിത്തരിച്ചുപോയി. അടുത്തത് കത്തികളുടെ അറ. അവിടെ ഇരട്ടകൾ ആ ബ്ലേഡുകൾക്ക് മൃഗങ്ങളുടെ മാംസം വാഗ്ദാനം ചെയ്ത് രക്ഷപ്പെട്ടു. എന്നിട്ട് ഒരു കൂട്ടം ഉറുമ്പുകളെ ഉപയോഗിച്ച് പ്രഭുക്കളുടെ വിലപ്പെട്ട പൂക്കൾ മോഷ്ടിക്കുകയും ചെയ്തു. ഇതിൽ ദേഷ്യം വന്ന പ്രഭുക്കൾ ആ പൂക്കൾക്ക് കാവൽ നിന്നിരുന്ന മൂങ്ങകളുടെ വായ അങ്ങ് പിളർന്നു. അതാണ് മൂങ്ങകളുടെ ചുണ്ടുകൾക്ക് ഇന്നും ആ രൂപം വരാൻ കാരണം. എങ്ങനെയുണ്ട് ആ ഒറിജിൻ സ്റ്റോറി? വവ്വാലുകളുടെ അറയെ അതിജീവിക്കുന്നത് ഭയങ്കരമായൊരു മാന്ത്രിക ശസ്ത്രക്രിയയിലൂടെയാണ്. ഒരു വവ്വാൽ ഹണ്ടറുടെ തല വെട്ടിമാറ്റുന്നു. എന്നാൽ കൊവാറ്റി എന്ന മൃഗം ഒരു മത്തങ്ങ പകരമായി കൊണ്ടുവരുന്നു. പ്രഭാതം വരുന്നത് പോസം എന്ന മൃഗം 4 തവണ വൈകിപ്പിക്കുന്നു. എന്നിട്ട് പന്തുകളി സമയത്ത് തന്ത്രപരമായി മത്തങ്ങയ്ക്ക് പകരം ജാഗ്വാർ ഡിയർ യഥാർത്ഥ തല തിരികെ വയ്ക്കുന്നു. ആ മത്തങ്ങയുടെ കുരുക്കൾ ചുമരിലിടിച്ച് ചിതറിയത് വാസ്തവത്തിൽ രോഗങ്ങൾക്കുമേലുള്ള വലിയൊരു വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മളൊന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഷിബാൽബയിൽ വെച്ച് മരിക്കുക എന്നതാണ് നിങ്ങളുടെ വിധി എന്നിരിക്കെ നിങ്ങൾ എങ്ങനെ മരണത്തിന്റെ പ്രഭുക്കളെ തോൽപ്പിക്കും? ഇത്രയൊക്കെ അതിജീവിച്ചിട്ടും മരണപ്രഭുക്കളെ തോൽപ്പിക്കണമെങ്കിൽ അവരെക്കൊണ്ട് തന്നെ തങ്ങളെ കൊല്ലിക്കണം എന്ന് ഇരട്ടകൾ തിരിച്ചറിയുന്ന നിമിഷമാണിത്. മരണപ്രഭുക്കളെ പരാജയപ്പെടുത്തുന്നു. ത്യാഗത്തിന്റെയും പുനരുജ്ജീവനത്തിന്റെയും ആത്യന്തിക തന്ത്രം. ഇരട്ടകൾ പരസ്പരം പുണർന്നുകൊണ്ട് വലിയൊരു അഗ്നികുണ്ഡത്തിലേക്ക് എടുത്തുചാടുകയാണ്. ആ പുനരുജ്ജീവനത്തിലേക്കുള്ള വഴി നമുക്കൊന്നു നോക്കാം. 1-ാം ദിവസം ഇരട്ടകൾ തീയിൽ മരിക്കുന്നു. 2-ാം ദിവസം അവരുടെ പൊടിച്ച അസ്ഥികൾ പ്രഭുക്കൾ നദിയിലെറിയുന്നു. എന്നാൽ 6-ാം ദിവസം അവർ മാന്ത്രിക മത്സ്യമനുഷ്യരായി വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ഒടുവിൽ 7-ാം ദിവസം കീറിയ വസ്ത്രങ്ങൾ ധരിച്ച യാചകരായ നർത്തകരായി അവർ വീണ്ടും ഷിബാൽബയിലെത്തുന്നു. പ്രഭുക്കളുടെ അമിതമായ ആത്മവിശ്വാസത്തെ അവർ അവർക്കെതിരെ തന്നെ ആയുധമാക്കുകയായിരുന്നു. ഈ യാചകരായ നർത്തകർ പ്രഭുക്കളുടെ മുൻപിൽ വലിയ അത്ഭുതങ്ങൾ കാണിക്കാൻ തുടങ്ങി. വീടുകൾ കത്തിച്ച് പഴയപടിയാക്കുകയും സ്വന്തം തലവെട്ടി വീണ്ടും ജീവനോടെ വരുകയും ചെയ്തു. മരണവും പുനരുജ്ജീവനവും ഒരു കളിയായി കണ്ട് പ്രഭുക്കൾ ആ മാന്ത്രികതയിൽ പൂർണ്ണമായും മയങ്ങിപ്പോയി. അത് ഇരട്ടകൾ അവർക്കായി ഒരുക്കിയ വലിയൊരു കെണിയായിരുന്നു. ഈ കഥയുടെ ഏറ്റവും മികച്ച വഴിത്തിരിവ് അഥവാ പഞ്ച് ലൈൻ ഇതാണ്. ആ കാഴ്ച കണ്ട് ആവേശം കേറിയ പ്രഭുക്കളായ 1 ഡെത്തും 7 ഡെത്തും തങ്ങളെയും അതുപോലെ ബലിയർപ്പിച്ച് പുനരുജ്ജീവിപ്പിക്കാൻ യാചിച്ചു. ഇരട്ടകൾ അവരെ കൊന്നു. പക്ഷെ ജീവൻ തിരികെ നൽകിയില്ല. പ്രഭുക്കളുടെ അഹങ്കാരവും വിനോദത്തോടുള്ള അത്യാഗ്രഹവും അവരുടെ തന്നെ എന്നേക്കുമായുള്ള അവസാനത്തിന് കാരണമായി. യാചകരുടെ വേഷം മാറി തങ്ങളുടെ യഥാർത്ഥ രൂപം അവർ അവിടെ വെളിപ്പെടുത്തി. ഞങ്ങൾ ഹണ്ടറും ജാഗ്വാർ ഡിയറുമാണ്. ഞങ്ങൾ ഞങ്ങളുടെ പിതാവിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുന്നവരാണ്. തിന്മയ്ക്ക് മുകളിലുള്ള നന്മയുടെ സമ്പൂർണ്ണ വിജയമായിരുന്നു ആ പ്രഖ്യാപനം. എത്ര മനോഹരവും സമാധാനപരവുമായ ഒരു അവസാനമാണിത്. ഇരുട്ടിനെ പൂർണ്ണമായും കീഴടക്കിയ ശേഷം ഹീറോ ഇരട്ടകൾ ആകാശത്തേക്ക് ഉയർന്നു. ഹണ്ടർ സൂര്യനായും ജാഗ്വാർ ഡിയർ ചന്ദ്രനായും മാറി. തങ്ങൾ രക്ഷിച്ച ഈ ലോകത്തെ മുഴുവൻ എക്കാലത്തേക്കും അവർ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. ദൈവങ്ങൾക്ക് പോലും പരാജയപ്പെടുകയും പഠിക്കുകയും ലോകത്തെ രൂപപ്പെടുത്താൻ തന്ത്രങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യേണ്ടി വന്നുവെങ്കിൽ അധികാരത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് അത് നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ഇനി നിങ്ങൾ ആകാശത്ത് സൂര്യനെയും ചന്ദ്രനെയും കാണുമ്പോൾ തീർച്ചയായും ഈ മായൻ ഇതിഹാസം ഓർക്കുമെന്ന് ഞാൻ കരുതുന്നു. ഈ വിശകലനത്തിൽ പങ്കുചേർന്നതിന് നന്ദി.